ഇന്നത്തെ അറിയിപ്പുകൾ. 2 മാസത്തെ റേഷൻ ഒന്നിച്ചു നൽകുന്നത് സംസ്ഥാന സർക്കാർ നിർത്തലാക്കി. നീലക്കാർഡിനുള്ള അധികാരി വിഹിതവും നിർത്തിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിഹിതം ഒന്നിച്ചു നൽകിയപ്പോൾ പല താലൂക്കുകളിലും വിതരണം താളം തെറ്റിയതിനെ തുടർന്നാണ് ജൂൺ മുതൽ മുൻകാലങ്ങളിലെ പോലെ 1 മാസത്തെ വിഹിതം നൽകാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 3 മാസത്തെ റേഷൻ വിഹിതം ഒന്നിച്ചു നൽകാൻ കേന്ദ്ര സർക്കാരാണ് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചത്. റേഷൻ കടകളുടെ സംഭരണശേഷി കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം ഇത് 2 മാസമാക്കി. എന്നിട്ടും വിതരണം കാര്യക്ഷമമായില്ല. യുദ്ധം മൂലം ക്ഷാമമുണ്ടാകാതിരിക്കാൻ കൂടുതൽ ധാന്യം സംഭരിക്കാൻ കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം മാർച്ചിൽ തീരുമാനിച്ചിരുന്നു. FCI ഗോഡൌണുകളിലെ ധാന്യം കൂടുതൽ ഏറ്റെടുത്ത് സംസ്ഥാനങ്ങൾ സ്വന്തം ഗോഡൌണുകളിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു. ധാന്യശേഖരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രം പുതിയ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. കൂടുതൽ ധാന്യം സംഭരിക്കണമെന്നാവശ്യപ്പെട്ട FCIയുടെയും സമ്മർദ്ദമില്ല. ഇതും വിതരണം 1 മാസത്തേക്ക് ചുരുക്കാൻ കാരണമായി. നീലക്കാർഡിനുള്ള അധിക വിഹിതവും നിർത്തി. പതിവ് റേഷൻ വിഹിതത്തിന് പുറമെ ഏപ്രിൽ മാസത്തിൽ 2 കിലോയും മെയ്യിൽ 3 കിലോയും അധിക വിഹിതം നീലക്കാർഡ് ലഭിച്ചിരുന്നു. ഇത്തവണ പതിവ് റേഷൻ വിഹിതം മാത്രമേ നൽകൂ. നീലക്കാർഡിന് 4 കിലോ അരിയാണ് നൽകുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഉൾപ്പെടെ മഴ പൊതുവെ കുറയുമെന്നാണ് വിലയിരുത്തൽ. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 90% മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 90-ൽ കുറയാൻ 60% സാധ്യതയുണ്ട്. പസഫിക് സമുദ്രോപരിതലം ചൂടാകുന്ന എൽ നിനോ പ്രതിഭാസം കാലവർഷക്കാലത്ത് സജീവമാകുന്നതാണ് കാരണം. മഴ കുറയുന്നത് കാർഷിക വൈദ്യുതി ഉൽപ്പാദന മേഖലകളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ജൂണിൽ മഴ തീരെ കുറഞ്ഞാൽ കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുണ്ട്. മെയ് 26-ന് കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ പ്രവചിച്ചിരുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപ്, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിലേക്ക് കാലവർഷം വ്യാപിച്ചിട്ടുണ്ട്. കാലവർഷ വരവിന് മുന്നോടിയായി കേരളത്തിലെ വ്യാപക മഴ തുടങ്ങി. ജൂൺ 5 വരെ കനത്ത മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടത്തി നവാഗതരെ വരവേൽക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നീണ്ട പ്രസംഗങ്ങൾ ഒഴിവാക്കി കുട്ടികളുമായി സംവദിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. പഠന സമയം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ കലണ്ടറും തയ്യാറായി. LP സ്കൂളുകളിൽ 800 മണിക്കൂറാണ് അധ്യയനമെന്നതിനാൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കില്ല. ഇത്തവണ 197 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകും. UP ക്ലാസ്സുകളിൽ 1000 മണിക്കൂർ പ്രവൃത്തി ദിനമാക്കാൻ 3 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കും. ഹൈസ്കൂളിൽ 1200 മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാൻ 7 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ മിൽമ പാലിനും തൈരിനും നാളെ മുതൽ വില കൂടും. ക്ഷീര കർഷകരുടെ ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് പാൽ വില കൂട്ടുന്നത്. പാലിന് ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപ വീതവുമാണ് വർധനവ്. പാൽ കവറുകളിൽ പഴയ വിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ വില പ്രിന്റ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. മറ്റു പാൽ ഉൽപ്പന്നങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില കൂട്ടാൻ നീക്കമുണ്ട്. ക്ഷീര കർഷകരുടെ ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് പാൽ വില കൂട്ടുന്നതെന്നും ലിറ്ററിന് 4 രൂപ കൂട്ടുമ്പോൾ മൊത്തം വർധനയുടെ 83.75% തുക കർഷകർക്ക് ലഭിക്കുമെന്നും മിൽമ അറിയിച്ചു. ഏറ്റവും ഒടുവിൽ മിൽമ പാൽ വില കൂട്ടിയത് 2022 ഡിസംബർ 1-നായിരുന്നു. അന്ന് ലിറ്ററിന് 6 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.